ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രൈസ്തവ പുരോഹിതർക്കൊപ്പം കേക്ക് മുറിച്ച് കഴിച്ചതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് പാണക്കാട് സാദിഖലി തങ്ങൾ. ആരെങ്കിലും ക്ഷണിച്ചാൽ പോകുക, തരുന്നത് ഭക്ഷിക്കുക, കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. ആരെയും വെറുപ്പിക്കേണ്ടതില്ലെന്നും ഇതര മതസ്ഥരോട് സാഹോദര്യം കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ധങ്ങളുടെ കണ്ണി പൊട്ടാതെ കാത്തുസൂക്ഷിക്കണം. ചുറ്റുമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാര്യങ്ങളോട് വിവേകത്തോടെ പ്രതികരിക്കണമെന്നും പക്വതയില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വാക്ക് പറയുമ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുമോ എന്ന് ചിന്തിക്കണം. അതല്ലാതെ ചാനലുകൾക്കും മീഡിയകൾക്കും വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ടതില്ലെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി. ക്രിസ്മസ് ദിനത്തിൽ പാണക്കാട് തങ്ങൾ കേക്ക് മുറിച്ചതിൽ വിമർശനവുമായി കാന്തപുരം വിഭാഗവും EK സുന്നി വിഭാഗത്തിലെ ലീഗ് വിരുദ്ധരും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പ്രതികരണവുമായി സാദിഖലി തങ്ങൾ തന്നെ രംഗത്തെത്തിയത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നാണ് വിമർശനം. സാദിഖലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ച് കഴിച്ചതിന്റെ പേരിലാണ് സമസ്ത നേതാവ് പാണക്കാട് തങ്ങൾക്കെതിരെ തിരിഞ്ഞത്. വൈലത്തൂരിൽ നടന്ന SKSSF ആദർശ സമ്മേളനത്തിലായിരുന്നു ഹമീദ് ഫൈസിയുടെ വിമർശനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജമാഅത്ത് ഇസ്ലാമിയെയും PMA ഇസ്ലാമിനെയും ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നുണ്ട്. PMA ഇസ്ലാം മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നിലും ചരട് വലിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് കുറ്റപ്പെടുത്തൽ. സമസ്തയിൽ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറി. മുസ്ലിം ലീഗിനും സമസ്തക്കുമിടയിൽ ജമാഅത്തെ ഇസ്ലാമി വിള്ളലുണ്ടാക്കി. മുസ്ലിം ലീഗിനെ പിളർത്തി INL ഉണ്ടാക്കിയതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രത്തിനും സിമിയുടെ കോഴിക്കോടുള്ള ആസ്ഥാനമായ ഇസ്ലാമിക് യൂത്ത് സെന്ററിനും പങ്കുണ്ട്. അന്ന് INL യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിലേക്ക് സിമി നേതാവായിരുന്ന MA വഹാബിനെ നിർദ്ദേശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഹമീദ് ഫൈസി പറഞ്ഞു. സമസ്തയിൽ ലീഗ് വിരുദ്ധ വിഭാഗമുണ്ടെന്ന് ആദ്യമായി ആരോപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണെന്നും ഹമീദ് ഫൈസി കുറ്റപ്പെടുത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കങ്ങളെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മാലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു. വർഗീസ് ചക്കാലക്കലിനൊപ്പം സാദിഖലി തങ്ങൾ ക്രിസ്മസ് കേക്കും മുറിച്ചിരുന്നു. ക്രിസ്തീയ സമൂഹമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്ന് സന്ദർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങൾ എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ MK മുനീർ MLA, ഉമർ പാണ്ടികശാല, P ഇസ്മായിൽ, TPM ജിഷാൻ, NC അബൂബക്കർ എന്നിവരും സാദിഖലി തങ്ങൾക്കൊപ്പം കോഴിക്കോട് മാലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.